പ്രധാനമന്ത്രി രാജ്യത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് സുഹൃത്ത് ചോദിച്ചു. ആദ്യമായി ഞാൻ പറയാം, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ ഈ രാജ്യത്ത് 12 കോടി വീടുകളിൽ ടോയ്ലറ്റ് ഇല്ലായിരുന്നു. ശൗചാലയം 12 കോടി വീടുകളിൽ ശൗചാലയമില്ലായിരുന്നു. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം. ആ ശൗചാലയം പണിയാൻ മുൻകൈയെടുത്ത് പണിതു. രണ്ടാമത്, ഈ രാജ്യത്ത് 13 കോടി വീടുകളിൽ പാചകവാതകമില്ലായിരുന്നു. പാചകവാതകം ആ 13 കോടി വീടുകളിൽ ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം സൗജന്യമായി പാചകവാതകം കൊടുത്തു. ഈ രാജ്യത്ത് 11.5 കോടി വീടുകളിൽ വൈദ്യുതി ഇല്ലായിരുന്നു. ഈ രാജ്യത്ത് 11.5 കോടി വീടുകളിൽ സൗജന്യമായി വൈദ്യുതി കൊടുത്തു. ഈ രാജ്യത്തെ 20 കോടി വീടുകളിൽ സൗജന്യമായി പ്രധാനമന്ത്രി ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം വെള്ളം എത്തിച്ചു. ഈ ഇരിക്കുന്ന സഖാക്കന്മാരുടെ എല്ലാം വീട്ടിൽ സൗജന്യമായി വെള്ളം എത്തിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കുമോ? നിങ്ങൾ പറ. ഈ എന്നോട് ചോദ്യം ചോദിച്ച ഒരു വ്യക്തി, നിങ്ങളുടെ വീട്ടിൽ പ്രധാനമന്ത്രിയുടെ പൈപ്പ് വെള്ളം എത്തിയിട്ടില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കുമോ? ഈ രാജ്യത്ത് അടിസ്ഥാന മേഖലയിൽ സർവ്വ വികസനം ഉണ്ടാക്കിയ ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. ഈ രാജ്യത്തെ പാവപ്പെട്ടവന്, പട്ടിണി പാവങ്ങൾക്ക്, കർഷക തൊഴിലാളികൾക്ക് ഈ രാജ്യത്തിന്റെ സമഗ്രമായ വികസനത്തിന് ഒട്ടനവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. ഇവിടെ വന്നിരുന്നിട്ട് പറയുന്ന എൻ്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ രാജ്യം 60 വർഷം ഭരിച്ച കോൺഗ്രസിന് സാധിക്കാത്തത് 10 വർഷത്തെ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. ഈ രാജ്യത്ത് നിന്ന് അഴിമതി പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചു. അഴിമതി നടത്തിയവരെല്ലാം ഇന്ന് ജയിലിലാണ്. അഴിമതിക്കാർക്ക് കൽത്തുറുങ്കാണ്. ഇന്ന് അഴിമതിക്കാർക്ക് ഈ രാജ്യത്ത് വിഹരിക്കാൻ സാധിക്കുന്നില്ല. അഴിമതിക്കാരെ കയ്യാമം വെച്ച് ജയിലിലടയ്ക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ പോലുള്ള ഡൽഹി മുഖ്യമന്ത്രി വരെ ജയിലിലാണ്. അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ കഴിഞ്ഞ 14 മാസമായി ജയിലിലാണ്. അദ്ദേഹം അഴിമതി നടത്താത്ത ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് കോടതി 14 മാസം ജയിലിലിടുവോ? മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളിനെയും ജയിലിലടച്ചപ്പോൾ ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ച് കേരളത്തിലാണ് സമരം. ഈ രാജ്യത്ത് ഒരിടത്ത് സമരമില്ല. ഈ ഇന്ത്യ മുന്നണിക്ക് ഈ രാജ്യത്ത് ഒരു സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കില്ല. എനിക്ക് പ്രിയപ്പെട്ട പ്രഷീദിനോട് ചോദിക്കാനുള്ളത്, ഇത് ഈ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. 543 അംഗ എംപിമാരുള്ള ഈ പാർലമെന്റിൽ 272 എംപിമാർ ഉണ്ടെങ്കിൽ മാത്രമേ ഭരിക്കാൻ സാധിക്കൂ. ആകെ 65 സീറ്റിലാണ് ഇദ്ദേഹത്തിന്റെ പാർട്ടി മത്സരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പാർട്ടി ആർക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്? ഈ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയില്ല. വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പരസ്പരം മത്സരിക്കുകയും ഡൽഹിയിൽ ചെന്ന് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ഒത്തുചേരുകയുമാണ് ചെയ്യുന്നത്.